രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അച്ഛൻ ഒരേ നിർബന്ധം, കൂടെ വരണം, രവിയേട്ടനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫ്ലാറ്റിലേക്ക് വന്നേക്കോ. നിങ്ങൾ എവിടേക്കാ? ഇപ്പൊ ഇവിടെ ഫ്ലാറ്റിൽ എത്താറായി. ഇത് പറയാൻ വേണ്ടി രവിയേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ ആളെ കിട്ടുന്നുമില്ല. ഞാനൊന്ന് രവിയെ വിളിച്ചോട്ടെ, എന്നിട്ട് വിളിക്കാം. ഓക്കെ, ശരി. എല്ലാം പോയി. ദൈവമേ. ഫ്ലാറ്റൊക്കെ ഇഷ്ടമായി അച്ഛാ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഹലോ സാർ, എവിടെ പോണു? എങ്ങോട്ട് പോന്നു മോളെ? അത് ആശുപത്രി പോയിട്ട് ഇവളുടെ കാലിലെ പ്ലാസ്റ്റർ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ചെന്നൈക്ക് പോയിട്ടും കുറച്ചായി. വാ മോളെ. അയ്യോ അയ്യോ. ഇന്നലെ ബിന്ദു ആരെ കൂടെ എവിടെ പോയെന്നാ നീ പറഞ്ഞേ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. നീ കണ്ടുപിടിക്കണ്ട, അത് ബിന്ദു കണ്ടുപിടിച്ചോളൂ. എടാ, ഇന്നലെ അവൾ അവളുടെ വീട്ടിൽ പോയതാണ്. അവളുടെ അച്ഛന് സുഖമല്ലെന്ന് അറിഞ്ഞിട്ട്. അപ്പൊ പിന്നെ അവ ആര്? ആര്? എടാ, ഈ ബൈക്ക് ഫ്ലാറ്റിലെ CCTV മറ്റേ ചെറുക്കേ, അതിനൊരു ഉത്തരം വേണ്ടേ? നിനക്ക് ഉത്തരവല്ല വേണ്ടത്, അത് തരാൻ വേണ്ടി നിന്റെ അമ്മാവനും അമ്മാവിയും നിന്റെ അളിയനും ബിന്ദു കൂടെ നിന്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലുണ്ട്. ഇങ്ങോട്ടോ? എന്തിന്? അമ്മേ, അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. ഉടനെ വരും മോളെ. വാ അച്ഛാ. എത്ര റൂമുണ്ട് മോളെ? 3 ഉണ്ട് അമ്മേ. മോളെ കുറച്ച് ചൂടുവെള്ളം എടുത്തോണേ. ഓ, എടുക്കാം അച്ഛാ. ഞങ്ങൾ ആ റൂം എടുക്കട്ടെ? അയ്യോ, അതിനകത്ത് രവിയേട്ടന്റെ പഴയ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് വെച്ചേക്കോ. ഒരു കാര്യം ചെയ്യേ, നീയും അബിയും കൂടെ മോളുടെ റൂം എടുത്തോ. ഫ്ലാറ്റ് അടിപൊളിയാണല്ലോ. നീ നിങ്ങളെ ആരും ഇവിടെ നിന്ന് വിടും? ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് വേണ്ടേ? കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങും. അതുതാൻ കൊണ്ടുപോകാൻ രാത്രിയാവുമല്ലേ? രാത്രിയാവും. അതിനു മുന്നേ രവിയേട്ടൻ വരുമായിരിക്കും. താരമോള അമ്മച്ചിക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ടാ പോയത്. അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു കാര്യം ചെയ്യ്, നീ ബുധനാഴ്ച ഒരു രാവിലെ വീട്ടിൽ വന്നു. അപ്പൊ നമുക്ക് 2 പേർക്കും കൂടി MLA കാണാൻ പോവാം. ഞാൻ പറഞ്ഞ MLA കെൻറ്റി ചാടും. പിന്നെയാണ് അത് കുഴപ്പമില്ലടാ. ആ പൈസ കൊടുക്കേണ്ടി വരും പിന്നല്ലാണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി, ഓക്കെടാ. ഈ റൂമൊന്ന് തുറന്നു നോക്കണല്ലോ. മിസ്റ്റർ ജോർജ്, അറിയാലോ, പ്രതിപക്ഷം എന്നെ നിർത്തി പൊരിക്കുക. അവർ പറയുന്ന കേട്ടാ തോന്നും കഴിഞ്ഞ ഫ്ലഡ് ഞാനായിട്ട് ഉണ്ടാക്കിയതെന്നാ. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അയക്കുന്ന റിപ്പോർട്ടായിരിക്കും എൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത്. എന്നെ കുഴപ്പത്തിലാക്കരുത്. എനിക്കറിയാം സാറ് വെറുതെ കാലാവസ്ഥ ഓഫീസ് കാണാൻ വന്നൊന്നുമല്ല. സാർ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു ജോർജ്. താങ്ക് യു. അതെ ജോർജ് സാറേ, നമ്മുടെ മന്ത്രിനെ കുറിച്ച് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ മാധ്യമങ്ങൾ പറയുന്നതെന്ന് അറിയാവോ? കള്ളത്തരങ്ങൾ പറഞ്ഞോട്ടെ,
മന്ത്രിയെ കുറിച്ചുള്ള സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ എന്താവും സ്ഥിതി? ഇയാള് ചെല്ല്. ആ എന്തായി? ബിന്ദു ഇന്നലെ വീട്ടിൽ പോയി തന്നെ ആടൗട്ട് മാറി ആണല്ലോ, സമാധാനായി. ഡാ, നീ ഇനി ആരും കാണാതെ ആ മെയിൻ ഡോർ തുറന്ന് പുറത്തിറങ്ങും. എന്നിട്ട് അപ്പോഴും വന്നതുപോലെ ആ കോളിംഗ് ബെല്ലടിച്ച് ഒരു ആക്ടി. ആളില് അച്ഛനും അമ്മയും പിന്നെ മറ്റേ തോലിനും പിന്നെ അളിയാ മറ്റവനെ കണ്ടുപിടിക്കണ്ടേ? ആരാ? ഇല്ല, ക്യാമറ കണ്ടവനെ. നീ കണ്ടുപിടിച്ചോണ്ടിരി. എടാ രവി, ഇന്ന് ഓഫീസിൽ വന്നില്ലെങ്കിൽ പണിയാവേ. ഞാൻ വിളിച്ച ഫോൺ എടുക്കാതിരിക്കരുത്. ആ, അവൻ കണ്ടുപിടിക്കാൻ നടക്കണം. ഇവിടെ നല്ല കള്ളിന്റെ മണമുണ്ടല്ലോ. അബി, ഇവന് ഈ ഒരു വിചാരം മാത്രമുള്ളോ? ഒന്ന് മണപ്പിച്ചോക്കടി. പിന്നെ എനിക്കതല്ലേ പണി. അളിയനെങ്ങനെ അടിക്കൂ? ആ, വല്ലപ്പോഴും. അപ്പൊ അതാണ് ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. രവി അളിയോ, ഞാൻ പിടിച്ചോളാം. ആരെയാണ് കാണാതായിരിക്കുന്നത്? സാർ, എൻ്റെ മകൻ ജോൺ. അവനെ ഇന്നലെ മുതൽ കാണാനില്ല. മോന്റെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? എൻ്റെ ഫോണിലുണ്ട് സാർ. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡെലിവറിക്ക് പോയ അവൻ തിരിച്ചു വന്നിട്ടില്ല. ഡെലിവറി എങ്ങോട്ടാ പോയത്? സാർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് സാർ. ഇതാ. പ്രതാപൻ, എടുക്കുന്നില്ല അല്ലേ സാറേ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ പുള്ളിയുടെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടത്. ഉത്തരവാദിത്തം വേണ്ടേ സാറേ? സാറേ, ഇപ്പൊ തന്നെ ഒരു മെമ്മോ ഇഷ്യൂ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടോ. പഠിപ്പിക്കാൻ മതി. എൻ്റെ അടുത്ത് മാത്രം എന്തിനാ സാറേ ഇങ്ങനെ ചൂടാകുന്നത്? ആ ബാലിനോട് കൂടെ ചോദിക്കണം. സാർ, ആ ബാലങ്ങ് വാ. എടോ, ആ രവി എവിടെ പോയി കിടക്കുക? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. രവിയോടെ പോയി? എൻ്റെ അടുത്താണോ ചോദിക്കുന്നത്? എനിക്കറിയില്ല സാർ. താനൊന്ന് വിളിച്ചു നോക്കി. തൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം. വിളിക്കേ. ഫോൺ എടുക്കാം, മറന്നു. ഫോൺ ഇതായിരിക്കുന്നു. ചാർജ് ഇല്ലേ? കുറവാണ് സാർ. ഫുൾ ചാർജാണ് സാർ. വിളിച്ചു നോക്കടോ. എന്താ കൈ വിറയ്ക്കുന്നത്? വെള്ളം അടിക്കാത്തോണ്ടായിരിക്കും. സ്പീക്കർ ഫോണിലിടും. സ്പീക്കറില്ല സാർ. ആ, റിങ് ചെയ്യുന്നുണ്ടല്ലോ. അതാ കുഴപ്പം. എടുത്തില്ല സാർ. ഒന്നുകൂടെ വിളിക്കേ. വിളിക്കേ. വേണ്ട, ഇനി വിളിക്കണ്ട. താങ്ക് യു സാർ. സാർ വിളിക്കുന്നു. രവി ആയിരിക്കും തിരിച്ചു വിളിക്കുന്നത്. എടുക്ക്. എടുക്ക്. ബാങ്കിൽ നിന്നാണ് സാർ. എന്റെ ബാങ്ക്. സ്റ്റാഫിനൊക്കെ സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടതാ എനിക്ക് പറ്റിയ തെറ്റ്. പ്രേമന്റെ ഡ്യൂട്ടി പ്രേമം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ പേപ്പറാ കിട്ടാനുള്ളത് കേട്ടോ. ഞാൻ മെമ്മോ തയ്യാറാക്കി വെക്കാം. ചെല്ല് രണ്ടുപേരും. ഹലോ, രവി സാറിന്റെ വൈഫല്ലേ? അതെ. മാഡം, രവി സാർ ഇവിടെ പോയിരിക്കുക. ഒരു പ്രധാനപ്പെട്ട ഫയൽ ഇതുവരെ പോയിട്ടില്ല. റിപ്പോർട്ട് ഉടനെ ചെന്നില്ലെങ്കിൽ അത് മൊത്തത്തിൽ ഈ ഓഫീസിനെ ബാധിക്കും. രവിയേട്ടൻ ഓഫീസ് മീറ്റിങ്ങിന് പോയിക്കുവാണല്ലോ. മീറ്റിംഗ് എവിടെ? തിരുവനന്തപുരത്ത്. അവിടുത്തെ ജോർജ് സാറിൻ്റെ കൂടെ ആണല്ലോ പോയത്. പ്രേമ പറഞ്ഞ ഫയലിന്റെ മീറ്റിങ്ങിന്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? മാഡം, ഞാനേ ഈ സബ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. അതാണ് എനിക്ക് ഈ മീറ്റിങ്ങിന്റെ കാര്യം അറിയാത്തത്. ഇന്നലെ രാവിലെ പോയതല്ലേ. ഞാനും കുറെ തവണ വിളിച്ചു, പക്ഷെ എടുത്തിട്ടില്ലെന്നേ. മീറ്റിംഗ് ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രേമനൊന്ന് അന്വേഷിച്ചിട്ട് എപ്പോൾ വരുമെന്നൊന്ന് പറയാമോ? അപ്പോൾ ഇന്നലെ രാവിലെ പോയിട്ട് ഇതുവരെ ഒരു വിവരമില്ല? ഇല്ല.
ഓക്കെ ശരി മാഡം, ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് മാഡത്തിനെ അങ്ങോട്ട് വിളിക്കാം. താങ്ക് യു മാഡം. ശരി. അപ്പോ ക്ലാരിറ്റിയെ കാണാനില്ല. രവിയേട്ടനാവോ? ആ എല്ലാരും വന്നു ബിന്ദു പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോന്ന് വരൂ കരുതി. ബാലേട്ട. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അച്ഛൻ ആളെ മനസ്സിലായില്ലേ? ഇത് ബാലേട്ടൻ, രവിയേട്ടന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. ഇവർ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഇത് ഭദ്രൻ, എന്റെ ബ്രദറാ. ഹലോ ഹായ്. ഇത് അമ്മ, നാത്തൂന്. നമസ്കാരം. ഇരിക്കേ. ഒരു മിനിറ്റ് ബിന്ദു, അതായത് നമ്മുടെ രവിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് വീട്ടുകാരെ അറിയിക്കണ്ട. എന്തായാലും കുടുംബക്കാരൊക്കെ വന്നല്ലേ, അവരെ കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങിട്ട് വാ. അപ്പൊ ബിന്ദുവിന്റെ ടെൻഷൻ മാറുമല്ലോ. അല്ല ഞാൻ പറയായിരുന്നേ, ഇവിടെ നല്ല ഒരുപാട് സ്ഥലമുണ്ട് കാണാൻ വേണ്ടിയേ. വെറുതെ ഈ ഫ്ലാറ്റ് ഇരുന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും കൂടെ പോയി കണ്ടാൽ നല്ല രസമായിരിക്കും. നമുക്കെല്ലാവരും കൂടെ അങ്ങ് പോവാം. പോണം. ഇങ്ങനെ ഒരു അവസരം ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല, ഞങ്ങൾക്കും. പോണം. റെഡിയായിക്കോ. അല്ല രവിയേട്ടൻ വന്നിട്ട് രവി വിളിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ. മാത്രമല്ല ഇങ്ങോട്ടാണ് വരുന്നുണ്ടെങ്കിൽ ആ ചാവി സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയാൽ പോരെ. എന്നാ പിന്നെ സെക്യൂരിറ്റിയിൽ കൊടുക്കാം, അതല്ലേ നല്ലത്. ഓ പിന്നെ താങ്ക് യു. വെൽക്കം. ആ രവി, അവരിറങ്ങുന്നതും നീ എന്നെ വിളിക്കണം. ഞാൻ താക്കോലെടുത്ത് നേരെ ഡോറ് തുറന്നുതരാം. ഓക്കെ, വിളിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നിന്ന് അദ്ദേഹം പോയത് ചെലവന്നൂർ ഒരു ഫ്ലാറ്റിലേക്കാണ്. ആ ഫ്ലാറ്റിന്റെ പുറത്തു നിന്ന് അദ്ദേഹത്തിന്റെ ബൈക്ക് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. എടോ, അത് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോയതാണെങ്കിലോ? അതും ഞങ്ങൾ നോക്കി സാർ. അവിടുത്തെ CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞ് അയാളെ പോലെ ഒരാൾ ആ ഫ്ലാറ്റിനുള്ളിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. പക്ഷെ തിരിച്ചിറങ്ങി വരുന്ന ഫുട്ടേജ് ഇല്ല. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഏത് ഫ്ലാറ്റിലേക്കാണ് പോയെന്നാ പറഞ്ഞ്? സാർ 4B മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു രവീന്ദ്രന്റെ ഫ്ലാറ്റാണ്. ഈ രവീന്ദ്രൻ്റെ ആരാ ഈ ജോൺ? സാർ, ഈ ജോണിനെ അവർക്ക് അറിയ പോലുമില്ല. മാത്രമല്ല രവീന്ദ്രൻ തിരുവനന്തപുരത്ത് ഏതോ മീറ്റിങ്ങിന് പോയിരിക്കാന്നാണ് അയാളുടെ ഭാര്യ പറഞ്ഞത്. പക്ഷെ രജിസ്റ്ററിൽ പരിശോധിച്ചപ്പോൾ 1-ലധികം തവണ ജോൺ ആ ഫ്ലാറ്റിൽ വന്നു പോയതായിട്ട് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. സാർ, അവിടെ ഇന്നലെ രാത്രി ഒരു മരണം നടന്നിട്ടുണ്ട്. അവിടെ പല ആളുകളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ പലരും അടുത്ത് രജിസ്റ്ററിൽ എൻട്രി ചെയ്തൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ അക്കൂട്ടത്തിൽ അവരുടെ മറവിൽ അയാൾ ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. ജോണും 4Bയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കണം.